2025 മോഡൽ അശോക് ലൈലാൻഡ്. അശോക് ലൈലാൻഡിൻ്റെ ഫാൽക്കൺ മോഡൽ പ്രൊഡക്റ്റാണിത്. അശോക് ലൈലാൻഡിൻ്റെ ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെട്ട പാസഞ്ചർ വെഹിക്കിളാണിത്. വളരെ നല്ല എലഗൻറ്റ് ലുക്കാണിത്. 4 വ്യത്യസ്ത തരം മോഡലുകളാണ് അശോക് ലൈലാൻഡ് ഇറക്കിയിരിക്കുന്നത്. AC, 4x4, സ്കൂൾ ബസ് ആൻഡ് നോൺ AC. അതിൽ AC ആണ് ഈ ബസ്. ഈ ബസ്സിൻ്റെ പാസഞ്ചർ കംഫർട്ട് സൈഡിലേക്ക് നമുക്ക് പോകാം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ ടെക്നോഡീസിലുള്ളത്. ഇതാണ് മെൽവിൻ, കോൺകോർഡ് ട്രാൻസ്പോർട്ടിൻ്റെ സാരഥി. മെൽവിന് ശേഷം ഈ ബസ്സിൽ ആദ്യമായി കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അടുത്ത കാലത്തായി കോൺകോർഡ് ട്രാൻസ്പോർട്ട് എടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവരുടെ വാഹനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 63+1 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു വലിയ ബസ്സാണിത്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബസ് തന്നെയാണിത്. സെപ്പറേറ്റ് സീറ്റസ് വിത്ത് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായി എല്ലാ സീറ്റിലും സീറ്റ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സീറ്റിൻ്റെ മുകളിലായി ഇതുപോലെയുള്ള 2 റാക്കുകൾ കൊടുത്തിട്ടുണ്ട് 2 വശങ്ങളിലായി. അതിലാണ് AC ഘടിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ സൈസിലുള്ള ഹാൻഡ് ബാഗുകൾ സൂക്ഷിക്കാനായിട്ട് ഇവിടെ സാധിക്കും. റിയറും ഡൗണുമായിട്ടാണ് ACയുടെ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാബിൻ്റെ താഴ്വശം സോഫ്റ്റ് ടച്ച് PUP വഴിയാണ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ ഹെഡോ മറ്റോ അബദ്ധവശാൽ ഇടിക്കുകയാണെങ്കിൽ കൂടുതൽ പരിക്ക് പറ്റുകയില്ല. ഒരു സൈഡിൽ 2ഉം മറു സൈഡിൽ 3ഉം ആണ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത്. AC കൂടാതെ അഡീഷണലായി 7 ഫാനുകളും ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അശോക് ലൈലാൻഡിൻ്റെ എൻജിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. അവിടെ മനോഹരമായി ലൈലാൻഡിൻ്റെ എംബ്ലം പതിപ്പിച്ചിട്ടുണ്ട്. ഇക്കാണുന്നതാണ് ഡ്രൈവർ ക്യാബിൻ. പാസഞ്ചർ എൻട്രൻസിൻ്റെ തൊട്ട് മുമ്പിലായി തന്നെയാണ് ഈ എൻജിനും ഡ്രൈവേഴ്സിൻ്റെ സീറ്റുള്ളത്. ഇതാണ് പാസഞ്ചർ എൻട്രൻസ് ഡോറ്. ബസ്സിൻ്റെ അടുത്ത ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഡോർ ഉള്ളത്. ഓട്ടോമാറ്റഡ് ഡോറാണ് ഇത്. ഇതാണ് എൻജിൻ സൈഡിൽ നിന്നും ബാക്കിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച. സൈഡ് ഗ്ലാസുകളെല്ലാം നോൺ മൂവബിളാണ്. എങ്കിൽ തന്നെയും മുകളിൽ ചെറിയ രീതിയിൽ സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് ആയിട്ട്. നമുക്ക് ഇനി ഇതിൽ യാത്ര ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാം. ഒരു ചെറിയ വലിയ യാത്ര. ആദ്യമായിട്ട് അശോക് ലൈലാൻഡ് ഫാൽക്കണിൽ നമ്മൾ പോകുകയാണ്. യാ മോനെ, എന്താ ലുക്ക്! അശോക് ലൈലാൻഡ് എന്ന ബ്രാൻഡ് നെയിം എംബ്ലവും വലിയ അക്ഷരത്തിൽ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ യാത്ര തുടങ്ങിയിരിക്കുന്നു. പാസഞ്ചേഴ്സിന് ക്ഷീണമകറ്റിക്കൊണ്ട് വളരെ സുഖകരമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന അശോക് ലൈലാൻഡിൻ്റെ പുതിയ ഒരു ബസ്സാണ് ഈ ഫാൽക്കൺ. മെൽവിനാണ് ഇത് നബൂദയിൽ നിന്നും റിസീവ് ചെയ്തത്. ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ്. ഞാനും മെൽവിനും മാത്രമുള്ളൂ. ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു ലോങ് വെഹിക്കിളാണ് ഇത്. AC എല്ലാം വളരെയധികം ചിൽഡാണ്. ഇത് പറയാൻ കാരണം മറ്റ് പല വെഹിക്കിളിലും ഹോട്ട് സീസണിൽ അത്രയധികം തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഇത് അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയില്ല. ക്യാബിൻ റാക്കിൻ്റെ താഴ്ഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. AC വെന്റിലേഷൻ എല്ലാം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബസ് AC ആയും AC അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടാണ് മുകളിലുള്ള ചെറിയ വെന്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്ലൈഡായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. AC ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചെറിയ ഫാനുകളുണ്ട്. വളരെ നല്ല എലഗൻറ്റ് ലുക്ക് ആൻഡ് കംഫർട്ട് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി കോൺകോർഡ് ട്രാൻസ്പോർട്ടിൻ്റെ യാത്ര 63 സ്റ്റാഫുമായിട്ടായിരിക്കും. സേഫ്റ്റി ഫീച്ചേഴ്സ് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അശോക് ലൈലാൻഡ്. സീറ്റുകളെല്ലാം വളരെയധികം കംഫർട്ടാണ്. സിംഗിൾ സീറ്റുകളായിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ യാത്രയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. യാത്രകളിൽ നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണോ? വിഷമിക്കേണ്ടതില്ല. ഇതിൽ മ്യൂസിക് സിസ്റ്റവും ആഡ് ചെയ്തിട്ടുണ്ട്. ദുബായ് ടു ഷാർജ റോഡ് തിരക്കായി തുടങ്ങി. ഈ ബസ്സിനകത്തിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക മറ്റെല്ലാ വണ്ടിയേക്കാളും വലിയ വലിപ്പം കൂടിയ ബസ് തന്നെയാണ് ഇതെന്നാണ്. അത് സത്യവുമാണ്. ഈ ചെറിയ ഫാൻ സെപ്പറേറ്റ് ആയിട്ട് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് മെയിൻ ലോക്ക് സ്വിച്ച് ഉള്ളത് ഡ്രൈവർ സൈഡിലാണ്. കൂടാതെ ഇതിനകത്തുള്ള ലൈറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് LED ലൈറ്റനിങ് ആണ്. ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫസ്റ്റ് എയ്ഡ് ബോക്സും എൻട്രൻസ് ഡോറിന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് റോയിലിരിക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചയാണ് ഇത്.
ഫസ്റ്റ് റോയാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുക. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. എൻട്രൻസ് സ്റ്റെപ്പ് ചെറിയ കർവോട് കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കാരണം തൊട്ടു മുമ്പിൽ തന്നെയാണ് എഞ്ചിനും ഫിക്സ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ മിററിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഒരു ബിഗ് മിറർ. ഡ്രൈവർക്ക് യാതൊരു ആശങ്കയ്ക്കും വക നൽകാതെ യാത്ര ചെയ്യുവാനും റിവേഴ്സ് സൈഡ് എല്ലാം എടുക്കുവാനുമായിട്ട് വളരെ കംഫർട്ടായിട്ട് തന്നെയാണ് ബിഗ് സൈഡ് മിറേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവേഴ്സിലെ കിങ് എന്ന് 6 നമ്പറിനെ വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് ഡ്രൈവേഴ്സ് ക്യാബിൻ, ഡ്രൈവേഴ്സ് കോക്പിറ്റ്. യാത്രകൾ 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 ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ മനോഹരമായ ദൃശ്യഭംഗി. ഈ വെഹിക്കിളിൽ ടിൻ്റൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ആയതിനാൽ ഇപ്പോൾ നല്ല പ്രകാശമാണ് അകത്ത് കിട്ടുന്നത്. താമസിയാതെ തന്നെ ടിൻ്റ് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ലോങ് ഡ്രൈവ്. ഇന്നത്തെ എൻ്റെ പ്ലാനുകളെല്ലാം ആകെ തകിടം മറിച്ചുകൊണ്ടാണ് മെൽവിൻ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഏതായാലും എന്നെ കൃത്യതയോടെ വീട്ടിലെത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മെൽവിൻ്റെ കൂടെ ഞാൻ പുറപ്പെട്ടത്. ഇതൊരു പാസഞ്ചർ ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ്. ലെയ്ലാൻഡിൻ്റെ ഫാൽക്കം മോഡലാണ് ഇത്. 64 സീറ്റാണ് ടോട്ടൽ കപ്പാസിറ്റി. ഇതുകൂടാതെ മറ്റു പല കപ്പാസിറ്റിയിലുള്ള ലെയ്ലാൻഡ് ബസ്സുകൾ വേറെയുമുണ്ട്. അതനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകാം. ഇത് ലക്ഷറി അല്ലെങ്കിലും ടോപ്പ് റേഞ്ചിൽ വരുന്ന AC ബസ്സാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ടൈപ്സ് ഓഫ് അശോക് ലെയ്ലാൻഡാണ് ഇറക്കുക. അതിലെ ഹയസ്റ്റ് മോഡലാണ് ഈ ബസ്. അപ്പോൾ ഈ ബസ് ഇനി ദുബായ് നിരത്തുകളിൽ ഇനി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അശോക് ലെയ്ലാൻഡിൻ്റെ 2025 മോഡൽ ഫാൽക്കൺ ബസ്. ഈ ഫാൽക്കൻ്റെ ഹോഴ്സ് പവർ 180 bhp ആണ്. ഇത് ഒരു ഫ്രണ്ട് വീൽ വെഹിക്കിളാണ്. ഫ്യൂവൽ ടൈപ്പ് ഡീസലാണ്. 350 ലിറ്ററാണ് ഫ്യൂവൽ കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇതാണ് ഈ അശോക് ലെയ്ലാൻഡ് ഫാൽക്കൻ്റെ വിശേഷങ്ങൾ. ഈ വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നവർ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ യാത്രയിൽ എനിക്ക് ഈ വെഹിക്കിൾ വളരെയധികം കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരിക്കൽ കൂടി ഈ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.